ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗേഷ്യസ് ആൻഡ് സോളിഡ് സ്റ്റേറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്താണെന്ന് നോക്കി, പിന്നെ എന്താണ് ഗ്യാസ് ലോ എന്താണെന്ന് നോക്കി, അങ്ങനെ 2-3 പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ടുള്ളൂ. കൈനറ്റിക് തിയറി ഓഫ് ദ ഗ്യാസസ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നു വിചാരിക്കുന്നു. സോ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബോയിൽസ് ലോ എന്താണെന്നും ചാൾസ് ലോ എന്താണെന്നും പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് നോക്കുന്നു. അത്രേ നോക്കുന്നുള്ളൂ ഇന്നത്തേൽ അത്ര നോക്കുന്നുള്ളൂ. സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ അത്ര നോക്കുന്നുള്ളൂ. എന്താണ് ബോയിൽസ് ലോ? വെൻ ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഡിക്രീസ്, ദ മോളിക്യൂൾസ് ക്യാൻ come closer and closer, so the number of the collision is increases, thus the pressure of the gas increases because of the increases in the collision of the wall of the container. എന്തായാലും പറയണത്, thus the volume of the given mass of the gas is inversely proportional to the pressure of the gas at a given temperature. This is Boyle's law. V proportional to 1 by P. V is equal to a constant into 1 by P. PV is equal to a constant. Thus P1 V1 is equal to P2 V2 is equal to P3 V3. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായെച്ചാൽ എന്താണ് ബോയിൽസ് ലോ? ബോയിൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഡിക്രീസസ് വിത്ത് when comes to closer the number of collision is increases. Thus the pressure of the gas increases because of the increases in the collision of the wall of the container. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനേ തോന്നില്ല. സോ ഞാനൊരു കാര്യം പറയാം, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും എന്ന കോൺസെപ്റ്റ് മൈൻഡിൽ സെറ്റാക്കിയില്ലേ? വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും എന്നൊരു കോൺസെപ്റ്റ് മനസ്സിൽ സെറ്റാക്കാം. എന്നിട്ട് ഇത് വായിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെൻ ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇസ് ഡിക്രീസ്, ഒരു ഗ്യാസിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യണ സമയത്ത് മോളിക്യൂൾസ് എന്തായിരിക്കും? കം ക്ലോസർ ആൻഡ് ക്ലോസർ, സോ ദാറ്റ് ദ നമ്പർ ഓഫ് കൊല്യൂഷൻ ഈസ് ഇൻക്രീസസ് ആൻഡ് ദ പ്രഷർ ഈസ് ഇൻക്രീസസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊല്യൂഷൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം കുറയുകയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും ചെയ്യും, പ്രഷർ എന്ത് ചെയ്യും? അതിനനുസരിച്ച് കൂടും ചെയ്യും. നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ കൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുമ്പോൾ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ നേരെ തിരിച്ചു പറയാം. അത്രയേ ഉള്ളൂ. മനസ്സിലായ കാര്യം? വോളിയം കുറയുമ്പോൾ number of collision of the molecules is increases, so the pressure is also increases. This is Boyle's law. അപ്പോൾ V is proportional, അല്ലെങ്കിൽ പറയാം the volume of the gas is inversely proportional to the pressure of the molecules. അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ബോയ്ൽസ് ലോ, നമ്മൾ പണ്ടൊക്കെ ബോയ്ൽസ് ലോ അങ്ങനെ എഴുതി. ഇതങ്ങനെ കുറച്ച് ടെക്നിക് പരമായൊരു കുറച്ച് കോൺസെപ്റ്റ് ബേസിൽ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എഴുതണമെങ്കിൽ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു the pressure of the molecules. V is proportional to 1 by P. Then a constant ഉണ്ട്, PV is equal to constant എന്നില്ല. Plus V1 is equal to P2 V2 is equal to P3 V3. ദെൻ എന്താണ് ചാൾസ് ലോ? അപ്പോൾ നമ്മളിപ്പോൾ ബോയിൽസ് ലോയുടെ ഇക്വേഷൻ നോക്കി. ഇനി ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a gas is heated, the molecules absorb energy and they move faster. So they collide with the walls of the container with a greater force. If the wall of the container are flexible, it will be expanded. Thus, at a constant pressure, the volume of the mass of the gas is directly proportional to the absolute temperature. This is Charles' law. When a gas is heated, the molecules absorb energy. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കേണ്ട ആവശ്യം, ഒരു ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ, വോളിയം ഓഫ് ദ പ്രഷർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ വോളിയം എന്താണ്? വോളിയം ഓഫ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. V is proportional to T at a constant pressure. പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. V is proportional to T. സോ സെറ്റല്ലേ? ചാൾസ് ലോ സെറ്റല്ലേ? അത്രയേ ഉള്ളൂ ചാൾസ് ലോ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V by T is equal to a constant V proportional to T. V1 by T1 is equal to V2 by T2 is equal to V3 by T3. ഇത് കഴിഞ്ഞു. ഇനി അവഗാഡ്രോ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ വോളിയം ഓഫ് ദ all gases under the same condition of the temperature and pressure contain equal number of molecules. അവഗാഡ്രോസ് ലോ നമ്മൾ നോക്കിയിട്ടില്ലേ? അതിൽ പറയുന്നതാണ് അവഗാഡ്രോ ഹൈപ്പോത്തസിസ്. ഈ അവഗാഡ്രോ ഹൈപ്പോത്തസിസിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ V is proportional to V proportional to N at a constant. നമ്മൾ
എന്താ പറയുക, വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതെ, ഏത് കണ്ടീഷനിലാണ് വരിക? അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ വി ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എഴുതാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് സമയത്ത് മാത്രമേ വി ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആയിട്ട് വരിക. അപ്പോൾ അവഗാഡ്രോ ഹൈപ്പോത്തസിസ് നോക്കിയില്ലേ. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് ഈ 3 ലോ കൊണ്ട് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കുക? നമുക്കറിയാം, അക്കോർഡിംഗ് ടു ദ ബോയിൽസ് ലോ വി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/P at a constant temperature and pressure. Then according to the Charles law, V is proportional to T at a constant pressure and number of moles. According to Avogadro law, V is proportional to N at a constant temperature and pressure. കമ്പൈനിങ് ദ ലോസ് വി ക്യാൻ, ഈ ലോസൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പി കോമൺ ആണല്ലേ എല്ലാത്തിലും. വി ഈസ് പ്രൊപ്പോർഷണൽ ടു NT/P. സോ ഇതൊക്കെ നമ്മൾ ഒക്കെ കൂടി എന്നെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ PV = nRT. PV = nRT. PV = nRT ആണ്. നമ്മൾ ചാൾസ് ലോ നോക്കി, അവഗാഡ്രോസ് ലോസ് നോക്കി, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നോക്കാം. PV = എന്താണ് നമ്മുടെ അവഗാഡ്രോ ലോ. PV = nRT. നമ്മൾ ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, V/T = കോൺസ്റ്റൻറ്റ്. അവഗാഡ്രോ ലോസ് എന്ന് പറഞ്ഞാൽ V പ്രൊപ്പോർഷണൽ ടു N. ഒക്കെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ദെൻ PV = nRT. സോ നമ്മുടെ ഈ ക്ലാസ് ഞാൻ ഇപ്പം നിർത്തുകയാണ്. ദെൻ അടുത്ത പാട്ട് ഞാൻ അടുത്ത സെക്ഷനിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.